ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ നാളായി വീഡിയോസ് ഒന്നും ഇട്ടിട്ട്. ഇപ്പം 2 ദിവസമായിട്ട് ഞാൻ തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ കറക്കമാണ്. എനിക്ക് വേണ്ടിയല്ല കേട്ടോ, അമ്മക്ക് വേണ്ടി. അമ്മ ഇവിടെ കരഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതായത് അച്ഛൻ മരിച്ച ശേഷം അമ്മ ബ്രദറിൻ്റെ കൂടെയായിരുന്നു താമസം 3 വർഷമായിട്ട്. അപ്പോൾ അമ്മ ഒരു വർഷമായി എന്നോട് ഇവിടേക്ക് വരുന്നു എന്ന് പറയുന്നത്. ഞാൻ കൂട്ടാൻ മെനക്കെട്ടില്ല, കാരണം ഇവിടെ ഡോഗികൾ നമ്മൾ കൂട്ടിലൊന്നും ആക്കിയിട്ടില്ല. അവരെ ഇളകി വിട്ടു, അപ്പോൾ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊണ്ടുവരാറില്ല. പക്ഷെ അവിടെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അമ്മ പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുവരില്ല. പക്ഷെ ഇപ്രാവശ്യം അമ്മ കരഞ്ഞ് ഇവിടേക്ക് വന്നു. പിന്നെ നീ വെക്കുന്നതിൽ എനിക്കൊരു ഓഹരി തന്നാൽ മതി മോളെ എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ പിന്നെ ഞാനൊന്നും നോക്കിയില്ല. അപ്പോൾ പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഡോഗികളെല്ലാം അമ്മയായിട്ട് നല്ല ടേംസിലായി. അപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് പെൻഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല, പിന്നെ നീ എനിക്ക് പെൻഷൻ ആക്കി തരണം എന്നിട്ട് ഞാൻ ട്രഷറിയിലും എല്ലാം പോയി അന്വേഷിച്ച്. അപ്പോൾ ബാങ്കിലും അന്വേഷിച്ചപ്പോൾ പറഞ്ഞ അമ്മയുടെ പേരിൽ ലോണുണ്ട്. അപ്പോൾ അമ്മക്കറിയില്ല. അപ്പം അമ്മ ഒപ്പിട്ട് കൊടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ സാക്ഷി ഒപ്പിടുന്നെന്ന് പറഞ്ഞാൽ അമ്മ ഒപ്പിട്ടെ. പിന്നെ അല്ലാണ്ട് അമ്മ ലോൺ എടുത്തിട്ടില്ല എന്നാണ് അമ്മ പറയുന്നത്. അങ്ങനെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി. പോലീസ് സ്റ്റേഷനിൽ ഇന്ന് പിന്നെ അമ്മ പറഞ്ഞിട്ടാണ് ഞാനിതെല്ലാം ചെയ്യുന്നത്. അത് ഞാൻ പ്രത്യേകം പറയണം, അമ്മ പറഞ്ഞിട്ടാണ് ഇതൊന്നും ചെയ്യുക. അമ്മയുടെ പെൻഷൻ എത്രയാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ബാങ്കിൽ പോയപ്പോൾ അറിഞ്ഞ മന്ത്ലി അമ്മക്ക് 28,000 രൂപ മന്ത്ലി പെൻഷൻ ഉണ്ട്. ആ അമ്മയുടെ ബാങ്ക് അക്കൗണ്ടിൽ ഈ 3 വർഷമായിട്ട് ആകെ 700 രൂപ എങ്ങാനേ ബാക്കിയുള്ളൂ. അതിൽ നോക്കുമ്പോൾ നമുക്ക് ആ പാസ്ബുക്ക് അമ്മ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതിൽ 700 രൂപ എങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇപ്പം അമ്മക്ക് അവിടുന്ന് ഒന്നും പറയാൻ സാധിച്ചില്ല. അമ്മ ഇവിടുന്ന് പറഞ്ഞതൊന്നും അല്ല അമ്മ അവിടെ പോയി പറയുന്നത്. അമ്മക്ക് വെപ്രാളം. അമ്മ ഇവിടെ വന്ന് പിന്നെയും പറയുന്ന എനിക്ക് പെൻഷൻ വേണം. ഈ ലോണാണെങ്കിൽ അമ്മയുടെ പേരിൽ നിന്ന് ഒഴിവാക്കുകയും വേണമെന്നാണ് അമ്മ പറയുന്നത്. എനിക്കിതിനെപ്പറ്റി എന്താ ചെയ്യേണ്ടത് ഒന്നും അറിയില്ല. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇവിടെ വന്നിട്ട് ഇപ്പം നിങ്ങളോട് വീഡിയോ ചെയ്യാണ്. എനിക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടത്. ഞാൻ ഇന്ന് വരെ എൻ്റെ വീട്ടിൽ ആരെയും പറ്റിച്ചിട്ടോ ഒന്നുമില്ല. എൻ്റെ കയ്യിൽ 135 പവൻ ഗോൾഡ് ഉണ്ടായിരുന്നു. 130, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, 135 പവൻ ഗോൾഡ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. 2005 ഞാനത് 2005 മുതൽ 2010 വരെയുള്ള കാലഘട്ടത്തിൽ എൻ്റെ ആങ്ങള അത് മുഴുവനും അവൻ്റെ ആവശ്യത്തിന് മേടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അന്നൊന്നും ഇവന് ജനിക്കാതിരുന്ന അവൻ്റെ മകളുണ്ട്. അവൻ്റെ മകള് വോയിസ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ അച്ഛനെ പറ്റിച്ച് പിന്നെ സ്വത്ത് കൈക്കലാക്കിന്ന്. പിന്നെ അങ്ങനെ ഒരു സ്വത്ത് പറ്റിച്ച് കൈക്കലാക്കുന്ന ഞാൻ എൻ്റെ ഇത്രയും ഗോൾഡ് കൈക്കിടാൻ ഒരു വള പോലും ഞാൻ വെക്കാതെയാണ് ഈ 135 പവൻ എൻ്റെ ഗോൾഡും മണിക്കുട്ടിയുടെ ഗോൾഡും അവളുടെ പപ്പ അവൾക്ക് വേണ്ടി സമ്പാദിച്ച മുഴുവൻ ഗോൾഡും ഞാൻ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ കേൾക്കണം ഇതൊക്കെ. എന്നിട്ടാണ് ഇന്ന് പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് എൻ്റെ കളിയാണ്, പൈസക്ക് വേണ്ടിയുള്ള എൻ്റെ കളിയാണ് ഇതൊക്കെയാണ്. ഇവളുടെ പപ്പ അയച്ച മുഴുവൻ പൈസയും ഞാൻ ഈ വീട്ടിലാണ് ചിലവാക്കിയിട്ടുള്ളത്. ഈ വീട്ടിൽ നിങ്ങളെല്ലാവരും കേൾക്കണത്, എല്ലാവരും കേൾക്കണം. ഈ വീട്ടിൽ ആണ് ഞാൻ മുഴുവനും ചിലവാക്കിയിട്ടുള്ളത്. ഈ എൻ്റെ ആങ്ങളാന്ന് പറയുന്നവന് വേണ്ടിയിട്ട് 2 ലക്ഷം അവന് ജോലിക്ക് വേണ്ടിയിട്ട് വിസക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഗോൾഡ് വെച്ചിട്ട് തന്നെ അതൊക്കെ കൊടുത്തത്. മലബാർ ഗോൾഡിൽ അവന് ജോലിക്ക് വേണ്ടി 13 പവൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, മലബാർ ഗോൾഡിൽ. അത് കഴിഞ്ഞ് അവന് ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഫീസ്, അതിൻ്റെ ബസ്സിൻ്റെ ഫീസ്, അതിൻ്റെ ഭക്ഷണം കഴിക്കേണ്ട പൈസ, ഇതൊക്കെ സെപ്പറേറ്റ് വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവന് ഈ ജിമ്മിൽ പിന്നെ പോകണം എന്ന് പറഞ്ഞിട്ടൊരു ഇത് പറഞ്ഞപ്പം അതിന് വേണ്ടിയിട്ട് ഡെയിലി 20 മുട്ട, അത് ഞാൻ തന്നെയാണ് ടൗണിൽ പോയിട്ട് ബസ്സിലാണ് ഞാൻ പൊട്ടാതെ മുട്ട കൊണ്ടുവരുന്നത്. 150-200 മുട്ടയാണ് ഞാൻ കൊണ്ടുവരുന്നത്. ഇതൊക്കെ ചെയ്തിട്ടാണ് ഓൻ്റെ മോളും ഓനും എല്ലാവരും ചേർന്ന്, ഓൻ്റെ ഭാര്യ എല്ലാവരും ചേർന്നിട്ട് എന്നെ പറയുന്നത് എൻ്റെ കളിയാണിതൊക്കെ, പൈസക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ കളിയാണിതൊക്കെയാണ്. നിങ്ങൾ കേൾക്കണം. ഇത് ഇവിടെ തീരുന്നില്ല, ഇത് കണ്ടിന്യൂ ആണ്. ഇത് ഒരു വലിയ വീഡിയോ ആയിപ്പോവും. അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഓക്കെ, താങ്ക് യു.